ഡൽഹിയിലെ പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 20ാമത് പ്രതിഷ്ഠാദിന വാർഷികവും തിരുഉത്സവ ചടങ്ങുകൾക്കും തുടക്കമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും കലാപരിപാടികളും നടന്നു വരികയാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ക്ഷേത്രം സന്ദർശിക്കും. വിവരങ്ങൾ നൽകാൻ നന്ദഗോപൻ തയ്യാറാണ്. നന്ദ, ഡൽഹിയിലെ പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഇന്ന് ഈ പ്രതിഷ്ഠാദിന വാർഷികവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചടങ്ങുകൾക്കാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത്? ഒപ്പം CP രാധാകൃഷ്ണൻ എപ്പോഴാകും അവിടെ എത്തുക? അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിൽ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് പുഷ്പവിഹാറിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ 3 ദിവസം തിരുവുത്സവം നടക്കുകയാണ്. ആദ്യ ദിനം ഇന്നലെ കഴിഞ്ഞുപോയി. ഇന്നിപ്പോൾ 2ാം ദിനമാണ്. ഈ 2ാം ദിനത്തിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ നടന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹം ക്ഷേത്രം സന്ദർശിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം തേടി അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അതായത് ഡൽഹിയിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ ക്ഷേത്രം. അതായത് എല്ലാവർക്കും അഭയ കേന്ദ്രമാണ്. ഡൽഹിയിൽ ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ പുഷ്പവിഹാറിലെ ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഈ പൂർണ്ണ സത്യസമേതനായിരിക്കുന്ന ശ്രീധർമ്മശാസ്ത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ഇവിടേക്ക് എത്തും. അദ്ദേഹം അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കുവാൻ വേണ്ടി ഭാരവാഹികളെല്ലാം തന്നെ തയ്യാറായി നിൽക്കുന്നു. ക്ഷേത്ര ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഏതുവരെ വരുത്തി? പുഷ്പ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 20ാമത് ഉത്സവമാണ്. അപ്പോൾ അതിന് ശ്രീ രാധാകൃഷ്ണൻ സാറെ കണ്ടപ്പോൾ അദ്ദേഹം പങ്കെടുക്കണമെന്നും ഇവിടെ വന്ന് ദർശനം നടത്തണമെന്നുള്ള ആഗ്രഹം അറിയിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ സന്നാഹങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തെ നല്ല രീതിയിൽ പുഷ്പം കൊണ്ട് അലങ്കരിക്കുകയും അതുപോലെ തന്നെ ചിരാത് കത്തിച്ച് 40ലധികം സ്ത്രീകൾ ഇവിടെ അവരെ താലപ്പൊലിയോടെ അദ്ദേഹത്തെ പഞ്ചവാദ്യത്തോടെ അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കാനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ദർശനം നടത്തി ശ്രീകോവിൽ പ്രദക്ഷിണം വെച്ച് അമ്പലം പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. ചേട്ടാ, ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ, അയ്യപ്പ ക്ഷേത്രങ്ങൾ ധാരാളം ഡൽഹിയിലുണ്ട്. പക്ഷേ ഇവിടേക്ക് ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹമാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം? ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കുടുംബസമേതനായ പ്രഭാസത്യകനായ പ്രതിഷ്ഠയാണ് ഈ ഡൽഹി ക്ഷേത്രത്തിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ ഇല്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം പല അനുഭവങ്ങളും കുട്ടികളും ഉണ്ടായതും, അതുപോലെ വിവാഹം കഴിക്കാത്ത കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ നിത്യദർശനം നടത്തി വഴിപാട് ചെയ്യുമ്പോൾ അവർക്ക് വിവാഹം നടന്ന പല അത്ഭുതങ്ങളും ഈ ക്ഷേത്രം സംബന്ധമായിട്ട് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രത്യേക ചടങ്ങുകൾ? ഉത്സവം 3 ദിവസത്തെയാണ് എല്ലാ വർഷവും നടക്കാറ്. അത് ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം നമ്മൾ കലാപരിപാടികളായിട്ട് നടത്തും. രണ്ടാമത്തെ ദിവസം നമ്മൾ ഇവിടെ കലാപരിപാടികൾ 3 ദിവസമായിട്ട് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ദിവസം രാവിലെ തന്നെ തൊട്ടുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളും നടക്കും. വൈകുന്നേരം താലപ്പൊലിയോടുകൂടി അതിഗംഭീരമായ 10,000 പേരോടുകൂടി താലപ്പൊലിയോടുകൂടി പരിപാടി. ഒരുപാട് ചടങ്ങുകളാണ് ഇന്ന് അവിടെ നടക്കുന്നതല്ലേ? ഡൽഹി പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 20ാമത് പ്രതിഷ്ഠാദിന വാർഷിക ചടങ്ങുകളാണ്. ഞങ്ങളുടെ പ്രതിനിധി നന്ദനാണ് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.